ഏവർക്കും +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിന്റെ ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് എപ്പിസോഡ് കാണുക. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട 4 പ്രോബ്ലമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. A mathematical statement which involves the natural number n we can prove using induction. അല്ലേ, ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനകത്ത് നാച്ചുറൽ നമ്പർ n ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് അത് പ്രൂവ് ചെയ്യാം. അത്തരം പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഗിവൺ സ്റ്റേറ്റ്മെന്റ് P of n എന്ന് അസ്യൂം ചെയ്യുക. Then we have to prove that the statement is true for n equal to 1. Next, assume that the statement is true for n equal to k. Finally, we have to prove that the statement is true for n equal to k plus 1. Then the statement is true for all natural numbers. ഇതാണ് പ്രൊസീജിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 5. Using principle of mathematical induction, prove that 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus n into n plus 1 equal to n into n plus 1 into n plus 2 by 3. ഒരു mathematical statement which involves the natural number n. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. So we have to apply principle of mathematical induction. So first of all, എന്താണ് പ്രൊസീജിയർ? ഗിവൺ സ്റ്റേറ്റ്മെന്റിനെ P of n എന്ന് അസ്യൂം ചെയ്യുക. Let P of n such that a given statement അതുപോലെ എഴുതുക. Next, when n equal to 1, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? LHS 1.2 എന്നല്ല കേട്ടോ, ഇവിടെ 1 into 2 എന്നാണ്. ഫസ്റ്റ് ടേം 1 into 2 ദാറ്റ് ഈസ് എന്താണ്? 2. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എന്ത് ടേമിൽ എന്നിന് 1 കൊടുത്താലും മതി. എന്ത് കിട്ടും? 1 into 2 എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് 2. നെക്സ്റ്റ്, റൈറ്റ് ഹാൻഡ് സൈഡ് n equal to 1 കൊടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? എന്നിന് 1 കൊടുത്തോ 1 into 1 plus 1 that is 2 into 1 plus 2 that is എന്താണ്? 3 by 3. 3 cancel ചെയ്താൽ എന്ത് കിട്ടി? 2. Left hand side equal to right hand side. Therefore, the statement is true for n equal to 1. അത് ചുരുക്കി എങ്ങനെ എഴുതാം? Therefore, P of 1 is true എന്ന് സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Assume that, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെയാണ്. Assume that the statement is true for n equal to k. അതിനെ ചുരുക്കി എങ്ങനെ എഴുതാം? Assume that P of k is true എന്ന് പറഞ്ഞാൽ ആ ഗിവൺ സ്റ്റേറ്റ്മെന്റിൽ ത്രൂ ഔട്ട് ആയിട്ട് എന്നിന് k കൊടുത്ത് എഴുതുക. ദാറ്റ് ഈസ് P of k such that പറഞ്ഞോളൂ 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus k into k plus 1 എന്നിന്റെ പ്ലേസിൽ k കൊടുക്കുന്നു ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ k into k plus 1 into k plus 2 by എന്താണ്? 3. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. നെക്സ്റ്റ്, we have to prove that the statement is true for n equal to k plus 1. For that, left hand side P of k plus 1 എന്തായിരിക്കും? ഇത് മുതൽ ഇതുവരെ എഴുതുമ്പോൾ kth ടേം ആയി. ഒരു ടേം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? k plus 1 ടേം. അപ്പൊ ഇത് മുതൽ അതുവരെ അതുപോലെ എഴുതണം. 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus k into k plus 1. ഇത് ആക്ച്വലി P of k യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയി. നമുക്ക് P of k plus 1 ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് എഴുതേണ്ടത്. അതിനുവേണ്ടി പ്ലസ് ഇട്ടതിന് ശേഷം ഈ ലാസ്റ്റ് ടേമിൽ k യുടെ പ്ലേസിൽ k plus എന്ന് കൊടുക്കുക. അപ്പൊ k എന്തായി മാറി? k plus 1 into ഈ k plus 1 എന്തായി മാറും? k യുടെ പ്ലേസിൽ k plus എന്നാണ്. k plus 1 plus 1 that is k plus 2 എന്ന് കിട്ടും. അപ്പൊ P of k plus 1 എങ്ങനെ എഴുതുന്നേ നിങ്ങൾക്കറിയാം. ഇത് മുതൽ ഇതുവരെയുള്ള ടേം അതുപോലെ എഴുതുക. ലാസ്റ്റ് ടേമിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേം എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. ഈക്വൽ ടു ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എന്താണ്? 1 into 2 plus 2 into 3 plus etc. plus k into k plus 1. ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എന്താണ്? നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k into k plus 1 into k plus 2 by എന്താണ്? 3. ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം ആണ് ഈ എഴുതിയത്. പ്ലസ് ബാക്കി എന്തുണ്ട്? ഒരു k plus 1 into k plus 2. ഇത് അതുപോലെ എഴുതി. സ്മോൾ സിംപ്ലിഫിക്കേഷൻ ഈക്വൽ ടു ഈ ടേമിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് ഔട്ട്സൈഡ് എടുക്കുക.
ഇവിടെയും കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഉണ്ട്, ഇവിടെയും ഉണ്ട്. അത് ഇനി ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ എന്തുണ്ട്? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഔട്ട് സൈഡ് എടുത്താൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളേ? കെ ബൈ 3 പ്ലസ് ഇത് ഇനി ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ എന്താ ഉള്ളേ? 1 മാത്രമേ ഉള്ളൂ. സീക്വൽ ടു കഴിഞ്ഞു. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു അടുത്ത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 3 അങ്ങോട്ട് പോകും. കെ പ്ലസ് 3 ബൈ എന്ത് കിട്ടും? ബൈ എന്ന് പറഞ്ഞാൽ ഹോൾ ഡിവൈഡഡ് ബൈ എഴുതാലോ. ബൈ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ആക്ച്വലി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി ഓഫ് കെ പ്ലസ് 1 സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഈ പി ഓഫ് കെയിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കെയുടെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഇവിടെ കിട്ടേണ്ടത്. ഇതാ നോക്കിക്കോ, ഇവിടെ കെയുടെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുത്താൽ എന്ത് കിട്ടും? കെ പ്ലസ് 1. അടുത്ത് കെയുടെ പ്ലേസിൽ കെ പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് കെ പ്ലസ് 2. നെക്സ്റ്റ് ഇത് എന്ത് വരും? കെ പ്ലസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് കെ പ്ലസ് 3 ബൈ 3. ഇതാണ് ആക്ച്വലി പി ഓഫ് കെ പ്ലസ് 1 ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ആ സംഗതി ഇവിടെ കിട്ടിയാൽ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതല്ലേ 11. നോക്കി നോക്ക്, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ബൈ 3. Therefore, conclusion, നിർബന്ധമായിട്ട് എഴുതണം the statement is true for n equal to k plus 1. അതിനെ ചുരുക്കി എങ്ങനെ എഴുതാം? Therefore, p of k plus 1 is true. Hence, മറക്കരുത്, by the principle of mathematical induction, the statement is true for all natural numbers. ഈ പ്രൊസീജിയർ സാറ്റിസ്ഫൈ ചെയ്താൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? The statement is true for all natural numbers. Question. Using principle of mathematical induction, prove that 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 equal to n by n plus 1 എന്ന് പ്രൂവ് ചെയ്യണം. നേരത്തേതിന് സമാനമായ ഒരു പ്രോബ്ലം തന്നെയാണ്. വീണ്ടും ആസ് യൂഷ്വൽ the given statementനെ എന്തെന്ന് അസ്യൂം ചെയ്യുക? p of n, let p of n such that ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി. നെക്സ്റ്റ് when n equal to 1, എല്ലാ പ്രോബ്ലം ഒരേ പാറ്റേൺ ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. n equal to 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 1 by 1 into 2 that is 2, 1 by 2 എന്ന് കിട്ടും. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? n ന് 1 കൊടുക്കുക, 1 by 1 plus 1, അതും എന്ത് തന്നെയാണ്? 1 by 2. LHS equal to RHS. Therefore p of 1 is true. കിട്ടി ഒരു മാർക്ക്. നെക്സ്റ്റ് assume that, അല്ലേ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ assume that p of k is true എന്ന് assume ചെയ്യുക. That is, ഈ സ്റ്റേറ്റ്മെന്റ് ത്രൂ ഔട്ട് n ന് k കൊടുത്ത് എഴുതുക. p of k such that 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n ന്റെ പ്ലേസിൽ k, അത്രേ ഉള്ളൂ, k into k plus 1 is equal to k by k plus 1. അല്ലേ, അത് അതുപോലെ എഴുതി. Next we have to prove that the statement is true for n equal to k plus 1. അതിനുവേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് k plus 1 ടേം വരെ എഴുതുക. ഇത് മുതൽ ഇതുവരെ ആകുമ്പോൾ kth ടേം അത് ആദ്യം എഴുതുക. 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by k into k plus 1 plus ഒരു ടേം കൂടെ വരും, അല്ലേ? ഈ ലാസ്റ്റ് ടേമിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുത്ത് എഴുതിയാൽ മതി. 1 by k യുടെ പ്ലേസിൽ എന്താണ്? k plus 1. ഈ k എന്തായി മാറും? k plus 1. k plus 1 plus 1 എന്ന് പറഞ്ഞാൽ k plus 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ റിസൾട്ടിൽ k യുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് കിട്ടണം. ഇവിടെ k യുടെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ k plus 1 ബൈ താഴെ എന്ത് കിട്ടും? k plus 1 plus 1 k plus 2. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഈ ടേം കിട്ടണം. അതിനുവേണ്ടി ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സമ്മാണ് തൊട്ട് മേളിലുള്ളത് k by k plus 1. ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം ഇതല്ലേ? പ്ലസ് ലാസ്റ്റിൽ ഒരാളുണ്ട്, ആരാണ്? ആ 1 by k plus 1 into k plus 2 is equal to ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് ഔട്ട് സൈഡ് എടുക്കുക. ഒരു 1 by k plus 1 ഔട്ട് സൈഡ് എടുക്കാം. 1 by k plus 1 ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ എന്തുണ്ട്? ഇവിടെ 1 by k plus 1 പോയി കഴിഞ്ഞാൽ പിന്നെ k മാത്രം. പ്ലസ് ഇവിടെ 1 by k plus 1 പോയി, 1 by k plus 1 പിന്നെ എന്താ ഉള്ളത്? 1 by k plus 2. കിട്ടിയായിരുന്നു. ഈ ടേമിൽ നിന്ന് കോമൺ ആയിട്ട് 1 by k plus 1 ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് k അതുപോലെ എഴുതി. പ്ലസ് ഇവിടെ 1 by k plus 1 പോയി കഴിഞ്ഞാൽ 1 by k plus 2. സ്മോൾ സിംപ്ലിഫിക്കേഷൻ ഈക്വൽ ടു ആ 1 by k plus 1 ഞാൻ അതുപോലെ എഴുതി. നെക്സ്റ്റ് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k into k plus 2 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ
കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കെ സ്ക്വയർ പ്ലസ് 2k, അടുത്തത് ബൈ 1 അല്ലേ, അങ്ങോട്ട് ചെയ്യുമ്പോൾ പ്ലസ് 1 എന്ന് വരും. ബൈ 1 into k plus 2, ദാറ്റ് ഈസ് എന്താണ് k plus 2. പിടിയിട്ടായിരുന്നു, വേറെ ഒന്നും ചെയ്യില്ല. k into k plus 2, that is k square plus 2k plus 1 into 1 1 by k plus 2 is equal to, ആക്ച്വലി ഈ സംഗതി എന്താണ്, k square plus 2k plus 1, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 2, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, നമ്പേഴ്സ് ഏവ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ 2 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, നമ്പേഴ്സ് ഏവ 1 1, ഒന്നും ആഡ് ചെയ്താൽ 2, മൾട്ടിപ്ലൈ ചെയ്താൽ 1 അല്ലേ. സോ ഇത് ആക്ച്വലി എന്താണ്, k plus 1 the whole square എന്നാണ്. എന്താണ് k plus 1 the whole square എന്ന് വെള്ളത്തിൽ എഴുതാം. ബൈ താഴെ ഇരിക്കുന്നത് അതുപോലെ k plus 1 into k plus 2 is equal to, ഒരു k plus 1 താഴത്തെ ഒരു k plus 1 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് കിട്ടും, k plus 1 by k plus 2. ഇതല്ലേ നമുക്ക് കിട്ടേണ്ടത്, k plus 1 by k plus 2. Therefore എന്താണ്, as usual p of k plus 1 is true. Hence, by the principle of mathematical induction, the statement is true for all natural numbers. മറക്കരുത്. Question. Using principle of mathematical induction, prove that 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus n into 2 raised to n equal to n minus 1 into 2 raised to n plus 1 plus 2. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. Again, let p of n such that ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി. നെക്സ്റ്റ്, when n equal to 1, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് ടൈം 1 into 2 2, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, n ന് എന്താ കൊടുക്കേണ്ടത് 1 1 minus 1 0 0 into എന്ത് വന്നാലും 0 plus 2 0 plus 2 എന്താണ് 2. LHS equal to RHS. Therefore, P of 1 is എന്താണ് true എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പറയും, assume that P of K is true എന്ന് പറഞ്ഞാൽ ആ ഗിവൺ സ്റ്റേറ്റ്മെന്റിൽ ട്രൂ ഔട്ട് ആയിട്ട് n ന് എന്ത് കൊടുക്കണം, k കൊടുക്കുക. 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus n into അല്ല, n ന് എന്ത് കൊടുക്കണം, k കൊടുക്കുക. So k into 2 raised to k equal to, right hand side അതുപോലെ k minus 1 into 2 raised to k plus 1 plus 2. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. Next we have to prove that the statement is true for n equal to k plus 1. kth term എന്ന് പറഞ്ഞാൽ ഇതുവരെ, അത് ആദ്യം എഴുതുക. 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus k into 2 raised to k plus ലാസ്റ്റ് ടൈമിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുക്കണം. k plus 1 into 2 raised to k plus 1, ശരിയല്ലേ. ലാസ്റ്റ് ടൈമിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുത്തു. equal to, ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എന്താണ്, ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം മേളിലുണ്ട്, എന്താണ് k minus 1 into 2 raised to k plus 1 plus 2. ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എഴുതി, പ്ലസ് ഇനി ബാക്കിയുള്ള ടേം അതുപോലെ k plus 1 into 2 raised to k plus 1. ഏരിയ സ്റ്റെപ്പ് കൂടി കിട്ടിയിരുന്നു. ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം ഇത് അതുപോലെ എഴുതി, പ്ലസ് ഈ ലാസ്റ്റ് ടേം അതുപോലെ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്, പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഇവിടെ കിട്ടേണ്ടത്. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുത്താൽ എന്ത് കിട്ടും, k plus 1 minus 1, അതായത് k എന്ന് കിട്ടും. ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും, 2 raised to k യുടെ പ്ലേസിൽ k plus 1 plus 1 that is k plus 2 പ്ലസ് പിന്നെ എന്താണ് 2. ഇതാണ് നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടേണ്ട സംഗതി എന്ന് പറയാൻ കാരണം, ചെയ്തു വരുമ്പോൾ അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ കണ്ണ് മടച്ചതങ്ങ് എഴുതാം. കാരണം ഇത് കിട്ടണം, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ, അത് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഒപ്പിക്കാം, ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈക്വൽ ടു സിംപ്ലിഫിക്കേഷൻ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ. ഇത് ഇൻറ്റു ഇത് എന്ത് കിട്ടും, k into 2 raised to k plus 1. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത മൈനസ് 1 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 2 raised to k plus 1. ഈ k into this one മൈനസ് 1 into this term അതാണ് എഴുതിയത്, പ്ലസ് ഈ 2 അതുപോലെ, പ്ലസ് വീണ്ടും k into this term that is k into 2 raised to k plus 1 പ്ലസ് 1 into 2 raised to k plus 1. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു, മൈനസ് 2 raised to k plus 1 പ്ലസ് 2 raised to k plus 1 ക്യാൻസൽ ചെയ്തു പോയി. ഈക്വൽ ടു
ഇത് k into 2 raised to k plus 1. ഇതും എന്ത് തന്നെയാണ് k into 2 raised to k plus 1. ഇതും കൂടെ ആഡ് ചെയ്താൽ 2k into 2 raised to k plus 1. ശരിയല്ലേ? ഒരുപാട് രീതികളുണ്ട്. വേണമെങ്കിൽ ഈ രണ്ട് ടേമിന് 2 raised to k plus 1 ഔട്ട്സൈഡ് എടുത്താൽ k plus k that is 2k എന്ന് കിട്ടും. അതിന്റെ ആവശ്യമില്ല. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് പറയാം. k into 2 raised to k plus 1 k into 2 raised to k plus 1 ആഡ് ചെയ്താൽ 2 times k into 2 raised to k plus 1. അത്രേ ഉള്ളൂ. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ +2 അതുപോലെ, ഈ +2 അതുപോലെ. equal to വീണ്ടും ഇത് വെറും 2 ആണ്. അതിനെ 2 raised to എന്ന് എഴുതി കൂടെ? നിങ്ങൾക്കറിയാം x raised to m into x raised to n ആണെങ്കിൽ x raised to m plus n. ഒത്തിരി സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ എങ്ങനെ എഴുതാം? 2 raised to എന്താണ് 2 raised to 1 into 2 raised to k plus 1. പവേഴ്സ് ആഡ് ചെയ്താൽ 2 raised to k plus 2 എന്ന് കിട്ടും. into പിന്നെ എന്തുണ്ട്? k പ്ലസ് ലാസ്റ്റിൽ ആരുണ്ട്? ഒരു 2 ഉണ്ട്. ഇതല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടേണ്ടത്? നോക്കി നോക്ക്, ദാ ഉണ്ട് k into 2 raised to k plus 2 k into 2 raised to k plus 2 plus 2. therefore നമുക്ക് നിസ്സംശയം പറയാം p of k plus 1 is true. Hence, by the principle of mathematical induction, the statement is true for all natural numbers. Second question, another important question. Using principle of mathematical induction, prove that 1 square plus 2 square plus 3 square plus etc. plus n square equal to n into n plus 1 into 2n plus 1 by 6 എന്ന് പ്രൂവ് ചെയ്യണം. മറ്റൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ സം ഓഫ് ഫസ്റ്റ് n ക്യൂബ് നമ്പേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്തു. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലെ? അതിന് സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ പ്രൂഫ് നമുക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്, പക്ഷേ ഈ ഫോർമുല അതിലേറെ പ്രാധാന്യമുണ്ട്. എവിടെ? 8ാമത്തെ ചാപ്റ്ററിൽ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടും. സോ ഫോർമുലയും നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. തിരിച്ചു വരൂ. ഇവിടെ നമ്മുടെ വിഷയം ഇൻഡക്ഷൻ യൂസ് ചെയ്ത് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. For that, let p of n such that given statement അതുപോലെ എഴുതി. When n equal to 1, as usual, n equal to 1 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 1 സ്ക്വയർ that is 1. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും പറഞ്ഞോ? n ന് 1 കൊടുത്താൽ 1 into നെക്സ്റ്റ് 2 into ഇവിടെ 1 കൊടുത്താൽ 2 plus 1 3 by 6. 2 into 3 6 6 by 6 1. LHS ഉം RHS ഉം ഈക്വൽ. therefore p of 1 is എന്താണ്? ട്രൂ എന്ന് എഴുതാം. now assume that p of k is true എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിൽ ത്രൂ ഔട്ട് ആയിട്ട് n ന് k കൊടുത്തെഴുതുക. p of k such that 1 square plus 2 square plus 3 square plus etc. plus k square is equal to k into k plus 1 into 2k plus 1 by എന്താണ്? 6. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് p of k plus 1 ഇത് അതുപോലെ എഴുതുക. kth ടേം വരെ 2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് ഇത് kth ടേം വരെ എഴുതി. k പ്ലസ് എന്ത് ടേം എഴുതണമെങ്കിൽ ലാസ്റ്റ് ടേമിൽ k യുടെ പ്ലേസിൽ k പ്ലസ് എന്ന് കൊടുത്താൽ മതി. സോ എന്ത് കിട്ടും? k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എന്താണ്? തൊട്ട് മേളിൽ എഴുതിയിട്ടുണ്ട്. k into k plus 1 into 2k plus 1 by എന്താണ്? 6 പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? k plus 1 ദ ഹോൾ സ്ക്വയർ. എന്താണ്? ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം ഇത് അതുപോലെ എഴുതി പ്ലസ് ഈ ടേം അതുപോലെ എഴുതി. ഈ ടേമിൽ k plus 1 ഉണ്ട്, ഇവിടെയും k plus 1 ഉണ്ട്. അത് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് കിട്ടും? k plus 1 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇവിടെ k plus 1 പോയി കഴിഞ്ഞാൽ ബാക്കി k into 2k plus 1 k into 2k plus 1 by എന്താണ്? 6. ഈ ടേമിൽ നിന്ന് k plus 1 ഔട്ട് സൈഡ് എടുത്തു. റിമൈനിങ് ടേം k into 2k plus 1 by 6 പ്ലസ് ഇവിടെ k plus 1 the whole square. k plus 1 ആണ് ഔട്ട് സൈഡ് എടുത്തത്. ബാക്കി എന്തുണ്ട്? ഒരു k plus 1 ഉണ്ട്. equal to കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഔട്ട് സൈഡ് ഉള്ള k plus 1 അതുപോലെ ഇത് അതുപോലെ എഴുതി ബ്രാക്കറ്റ് കൊടുത്തു. ഇവിടെ സ്മോൾ സിംപ്ലിഫിക്കേഷൻ ഇത് ബൈ 1 എന്ന് കൊടുക്കുക. ക്രോസ് മൾട്ടിപ്ലൈ 1 into this one k into 2k plus 1 അതോട്ട് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? 2k സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ പ്ലസ് എന്താണ്? k പ്ലസ് നെക്സ്റ്റ് എന്താണ്? ഈ 6 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 6 into k plus 1 അതായത് 6 into k plus 1 മൾട്ടിപ്ലൈ ചെയ്താൽ 6k പ്ലസ് 6 into 1 എന്താണ്? 6 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ പിടി കിട്ടിയോ? 1 into this one എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2k സ്ക്വയർ പ്ലസ് k അതാണ് എഴുതിയത്.
പ്ലസ് 6 ഇൻറ്റു ദിസ് ടേം ആ കെ പ്ലസ് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ അപ്പൊ 6k പ്ലസ് 6 ബൈ 6 എന്ന് കിട്ടി ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടും 2k സ്ക്വയർ പ്ലസ് ഇതെന്താണ് 7k പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് 6. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ഇതാണ് പി ഓഫ് കെ. ഈ സംഗതിയിൽ കെയുടെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കെ പ്ലസ് 1 അല്ലെ? കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1. ഇവിടെ എന്ത് കിട്ടും? കെ പ്ലസ് 1 പ്ലസ് 1 അത് കെ പ്ലസ് 2. അടുത്ത് ഇവിടെയും കെയുടെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുക്കണം. എന്ത് കിട്ടും? 2 ഇൻറ്റു കെയുടെ പ്ലേസിൽ കെ പ്ലസ് 1 പ്ലസ് 1 അല്ലെ? 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2k അടുത്താണ് പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 3 ബൈ എന്ത് കിട്ടണം? 6 എന്ന് കിട്ടണം. ഈ സംഗതിയാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടുന്നതിന് വേണ്ടി ഇവനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്യണം. എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യും? സോ ഒറ്റ സ്റ്റെപ്പിൽ ഇത് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അത്ര ഈസി അല്ല. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്യാം. ഇത് 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. പഠിച്ചിട്ടില്ലേ? x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആ ഫോർമുലയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എക്സിന് പകരം ഇവിടുത്തെ വേരിയബിൾ k. അപ്പൊ k ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 7ന്റെ സ്ക്വയർ 49 മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 6 ബൈ 2a 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 49 മൈനസ് 48 1 റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ 4. ഇനി രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ആദ്യം പ്ലസ് കൊടുക്ക്. മൈനസ് 7 പ്ലസ് 1 എന്ത് കിട്ടും? മൈനസ് 6. മൈനസ് 7 പ്ലസ് 1 ഒരു മൈനസ് 6 മൈനസ് 6 ബൈ 4 3 ക്യാൻസൽ ചെയ്താൽ മൈനസ് എന്താണ്? മൈനസ് 6 ബൈ 4 അല്ലേ? 2 ക്യാൻസൽ ചെയ്താൽ മൈനസ് 3 ബൈ 2 എന്ന് കിട്ടും. അതേപോലെ മൈനസ് കൊടുത്താൽ മൈനസ് 7 മൈനസ് 1 മൈനസ് 8 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. കെയുടെ വാല്യൂ മൈനസ് 2 മൈനസ് 3 ബൈ 2 എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് k ഈക്വൽ ടു മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ എന്താണ്? k പ്ലസ് 2 അല്ലെ? മൈനസ് 2 പകരം k പ്ലസ് 2. മറ്റൊരു സംഗതി എന്താണ്? k ഈക്വൽ ടു മൈനസ് 3 ബൈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k ഈക്വൽ ടു എന്താണ്? മൈനസ് 3. അതായത് 2k പ്ലസ് 3 അതാണ് മറ്റൊരു ഫാക്ടർ. ശരിക്കും പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ ഇതിനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫാക്ടേഴ്സ് ഇത് ഇൻറ്റു ഇത്. അപ്പോൾ അതാണ് അടുത്ത് എഴുതേണ്ടത്. ഈക്വൽ ടു ഈ k പ്ലസ് 1 അതുപോലെ എഴുതി. അടുത്ത് ഇത് ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? ഇത് ഇൻറ്റു ഇത് k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? 6 ഉണ്ട്. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ബൈ 6 കിട്ടിക്കഴിഞ്ഞു. Therefore എന്തെഴുതാം? P of k plus 1 is true. Hence, by the principle of mathematical induction, the statement is true for all natural numbers എന്ന് എഴുതാം. പക്ഷേ ചില കുട്ടികൾക്കെങ്കിലും ഈ സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. യാതൊരു പ്രശ്നവുമില്ല. ഇതുവരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് മനസ്സിലാക്കി എഴുതാൻ ഇതിനെ ഫാക്ടറൈസേഷൻ ഒക്കെ ചെയ്യണമായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നേരെ ഈക്വൽ ടു എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് എഴുതി വെച്ചിട്ടില്ലേ അവനെ അങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് വാല്യൂ എന്ന സാറിന് അറിയത്തില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ പ്രൂവ് ചെയ്താണ് കണ്ടെടുത്തേന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, മാർക്കൊക്കെ കിട്ടും, നോ പ്രോബ്ലം. പേടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. Question, another important question, repeated higher secondary question, important formula. കാണാതെ പഠിക്കേണ്ട ഒരു ഫോർമുല 8ാമത്തെ ചാപ്റ്ററിൽ ഉപയോഗപ്പെടും. നോക്കിക്കോളൂ. a പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് a r raised to n minus 1 equal to a into r raised to n minus 1 by r minus 1 എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. അതുപോലെ ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസിനെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. 8ാമത്തെ ചാപ്റ്ററിൽ വിശദമായി പഠിക്കും. ആ ജോമെട്രിക് പ്രോഗ്രഷന്റെ സം ടു n ടേംസ് കാണുന്ന ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് പ്രൂവ് ചെയ്യണം യൂസിങ് ഇൻഡക്ഷൻ. ജോമെട്രി പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം ആണ് എ. മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. നോക്കി ഇതിൽ നിന്ന് 6 മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടി, വീണ്ടും ഒരു 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന r, ദാറ്റ് ഈസ് കോൾഡ് കോമൺ റേഷ്യോ.
പഠിക്കേണ്ട, വിശദമായി പിന്നാലെ പഠിക്കും. നമുക്ക് ഇത് ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. അത് വിഷയമൊന്നുമില്ല, നമുക്കറിയാം. ലെറ്റ് ബി ഓഫ് n such that ആ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി. ഇതുവരെ 1ഉം 2ഉം 3ഉം 4 വെച്ചുള്ള കളിയായിരുന്നു. ഇവിടെ 2-3 അൺനോൺ കോൺസ്റ്റൻസ് എയും ആറും വരുന്നു. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. സ്മോൾ സിംപ്ലിഫിക്കേഷൻ, ആൻസറിലേക്ക് എത്താം പെട്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി when n equal to 1 എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? LHS ഈക്വൽ ടു പറഞ്ഞോ, ഫസ്റ്റ് ടേം a, RHS റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? a ഇൻറ്റു എന്നിന് എന്താ കൊടുക്കേണ്ടേ? 1. അപ്പോ r/1 r മൈനസ് 1 ബൈ താഴെ എന്താണ്? r മൈനസ് 1. r മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി? a. ലെഫ്റ്റ് ഹാൻഡ് സൈഡും a, റൈറ്റ് ഹാൻഡ് സൈഡും a. therefore LHS equal to RHS. hence p of 1 is true എന്ന് നമുക്ക് പറയാം. therefore p of 1 is എന്താണ്? true. അത്രയും എഴുതിയാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പറയും assume that p of k is എന്താണ്? true എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിൽ ട്രൂ ഔട്ട് ആയിട്ട് എന്നിന് k കൊടുത്തെഴുതാം. p of k such that a plus ar plus ar square plus etc plus a into r raised to k minus 1 equal to a into r raised to k minus 1 by എന്താണ്? r minus 1. Next we have to prove that the statement is true for n equal to k plus 1. p of k plus 1 ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? a plus ar square plus etc plus a into r raised to k minus 1. kth ടേം വരെ എഴുതി പ്ലസ് ഈ ലാസ്റ്റ് ടേമിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഗതി ആഡ് ചെയ്യണം. a into ഇത് എന്ത് കിട്ടും? r raised to k യുടെ പ്ലേസിൽ k plus 1. k plus 1 minus 1. 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്ത് കിട്ടത്തുള്ളൂ? k. ഇവിടെ കിട്ടിയായിരുന്നോ? p of k എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ. അപ്പൊ p of k plus 1 എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ എഴുതിയതിനു ശേഷം പ്ലസ് ഇട്ടിട്ട് ഈ ലാസ്റ്റ് ടേമിൽ k യുടെ പ്ലേസിൽ k plus 1 കൊടുത്ത് എഴുതണം. കംപ്ലീറ്റ് ആണ് കേട്ടോ. a ഇൻറ്റു ഇവിടെ കൊടുക്കുമ്പോൾ r raised to k എന്ന് കിട്ടി. ഈക്വൽ ടു ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എന്താണ്? തൊട്ട് മേളിൽ എഴുതിയിട്ടുണ്ട് ഈ സംഗതി. a ഇൻറ്റു r raised to k മൈനസ് 1 ബൈ എന്താണ്? r മൈനസ് 1. ഇത് മുതൽ ഇതുവരെയുള്ള ടേമിന്റെ സം എഴുതി പ്ലസ് ലാസ്റ്റ് ഒരാളുണ്ട് a ഇൻറ്റു r raised to k. ഇനി ചെറിയ സിംപ്ലിഫിക്കേഷൻ, വളരെ എളുപ്പമാണ്. ഇത് ബൈ 1 എന്ന് കൊടുക്കുക ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത് 1 into this term എന്ന് പറഞ്ഞാൽ ഇതിനെ കിട്ടും. ഒപ്പം ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. a r raised to k, a into r raised to k, അടുത്തെന്താണ്? മൈനസ് a പ്ലസ് അടുത്തെന്താണ്? ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം r into this one, അതായത് a r into r raised to k, r into this term, അടുത്ത മൈനസ് 1 into this term, മൈനസ് a into r raised to k ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്ന r മൈനസ് 1 into 1 എന്താണ്? r മൈനസ് 1. സ്റ്റെപ്പ് ഇവിടെ കിട്ടിയായിരുന്നു. 1 into this term മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുക a into r raised to k, നെക്സ്റ്റ് മൈനസ് a പ്ലസ് അടുത്തെന്താണ്? ഇത് ഇൻറ്റു ഇത്. അപ്പൊ a r raised to k യും r മൾട്ടിപ്ലൈ ചെയ്താൽ a r into ഒറ്റ സ്റ്റെപ്പ് നമുക്ക് എഴുതായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അടുത്ത സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ്? a into r raised to k into r, അത് അതുപോലെ എഴുതി. നെക്സ്റ്റ് ഇതും മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് a r raised to k ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റ്. ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും? പ്ലസ് a into r raised to k യും മൈനസ് a into r raised to k യും ക്യാൻസൽ ചെയ്തു പോയി. ഈക്വൽ ടു ഈ ടേം എങ്ങനെ എഴുതാം? a into ആസ് യൂഷ്വൽ വെറും r എന്ന് പറഞ്ഞാൽ r raised to 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r raised to k യും r മൾട്ടിപ്ലൈ ചെയ്താൽ r raised to k plus 1. പിന്നെ എന്തുണ്ട്? മൈനസ് a ഡിവൈഡഡ് ബൈ r മൈനസ് 1. ഇവിടെയും a ഉണ്ട്, ഇവിടെ a ഉണ്ട്. a കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. a ഔട്ട്സൈഡ് എടുത്താൽ r raised to k plus 1 മൈനസ് 1 ബൈ എന്താണ്? r മൈനസ് 1. ഈ ടേമിൽ നിന്നും ഈ ടേമിൽ നിന്ന് a കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്തുണ്ട്? r raised to k plus 1 then മൈനസ് 1. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതാണ് p of k അല്ലെ? ഇത് ട്രൂ ആണ്. അതിൽ k യുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? a into r raised to k plus 1 മൈനസ് 1 ബൈ r മൈനസ് 1. ആ സംഗതിയല്ലേ ഇവിടെ കിട്ടിയത്? അത്രയേ ഉള്ളൂ. therefore the statement is true for n equal to k plus 1. ശരിക്കും എങ്ങനെ എഴുതാം? therefore p of k plus 1 is എന്താണ്? true. hence by the principle of mathematical induction the statement is true for all natural numbers. Very important question. So പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാവുന്ന ചില മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്.
നെക്സ്റ്റ് ക്ലാസ്സിൽ വ്യത്യസ്തമായ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം എന്ന പുതിയ ടൈപ്പ് പ്രോബ്ലവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.